ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ SSC MTS എക്സാമിൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാൻ 10th ഫെബ്രുവരിയുടെ ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാമിൻ്റെ അനാലിസിസ് ആണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഷിഫ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഡെഫിനറ്റ്ലി അത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എനിവേസ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, how many players are on the field in each team in handball? ഹാൻഡ്ബോളിൽ ഈച്ച് ടീം, ഓരോ ടീമിലും എത്ര പ്ലെയേഴ്സ് ആണ് ഫീൽഡിൽ ഉണ്ടാവുന്നത്? ഇറ്റ്സ് ആക്ച്വലി 6 ഫീൽഡ് പ്ലെയേഴ്സ് പ്ലസ് 1 ഗോൾ കീപ്പർ. ടോട്ടൽ നമുക്ക് 7 പ്ലെയേഴ്സ് ഉണ്ടാവും കോർട്ടിൽ. അതിൽ 6 പേര് എന്താണ് ഫീൽഡ് പ്ലെയേഴ്സും ഒരു ഗോൾ കീപ്പറും ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ നമുക്ക് കോർട്ടിൽ 7 പേരാണ് ഉണ്ടാവുന്നത്. ആൻഡ് ഈച്ച് ടീമിന് 14 പ്ലെയേഴ്സ് വരെ ആവാം, അപ് ടു 14 പ്ലെയേഴ്സ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അപ് ടു 14 പ്ലെയേഴ്സ്. നമുക്കത് അങ്ങനെ ആക്ച്വലി ചോദിക്കാറില്ല. നമുക്ക് കോർട്ടിൽ എത്ര അല്ലെങ്കിൽ ഫീൽഡിൽ എത്ര പ്ലെയേഴ്സ് ഉണ്ടാവുക എന്നാണ് ചോദിക്കാറ്. അപ്പോൾ കോർട്ടിൽ ടോട്ടൽ എത്ര പേരാണ്? 7 പ്ലെയേഴ്സാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ടോട്ടൽ എത്ര പേരാണ്? 7 പ്ലെയേഴ്സും അതിൽ 6 പ്ലെയേഴ്സ് ഫീൽഡും ഒരാൾ ഗോൾ കീപ്പറുമാണ്. തന്നെ നമുക്ക് ബാസ്കറ്റ് ബോളിൽ നമുക്ക് എത്ര പ്ലെയേഴ്സ് ആണ് ഉണ്ടാകുന്നത്? നമുക്ക് 5 പ്ലെയേഴ്സ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ബാസ്കറ്റ് ബോളിൽ നമുക്ക് കോർട്ടിൽ 5 പ്ലെയേഴ്സ് ആണ് ഉണ്ടാകുന്നത്. വോളിബോളിലാണെങ്കിലോ 6 പ്ലെയേഴ്സ്, വോളിബോളിൽ 6 പ്ലെയേഴ്സ് ആൻഡ് ബേസ്ബോളിൽ 9 പ്ലെയേഴ്സ്. അപ്പോൾ ബേസ്ബോളിൽ എത്ര പേരാണ്? 9 പ്ലെയേഴ്സ്, വോളിബോളിൽ 6 പ്ലെയേഴ്സ്, ബാസ്കറ്റ് ബോളിലാകുമ്പോൾ 5 പ്ലെയേഴ്സ് ആൻഡ് ഹാൻഡ് ബോളിലാകുമ്പോൾ 7 പ്ലെയേഴ്സ് ആണ് നമുക്ക് ടോട്ടലി കോർട്ടിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി ഇതിന് മൂന്നിനും നമുക്ക് 11 പ്ലെയേഴ്സ് ആണ്. ഓക്കെ, ഈച്ച് ടീമിൽ നമുക്ക് എത്ര പേരാണ് വരുന്നത്? 11 പ്ലെയേഴ്സ്. ഇത് ഏതിലൊക്കെയാണ് വരുന്നത്? ക്രിക്കറ്റിന്, ഫുട്ബോളിന്, ഹോക്കി ഇതിന് മൂന്നിനും നമുക്ക് 11 പ്ലെയേഴ്സ് ആണ് ഈച്ച് ടീമിൽ വരുന്നത്. അപ്പോൾ നമുക്ക് വാട്ടർ പോളോ നമുക്ക് മിക്ക ക്വസ്റ്റ്യൻസിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വാട്ടർ പോളോയിൽ നമുക്ക് 7 പ്ലെയേഴ്സ് ആണ്. അതും നമുക്ക് 6 ഫീൽഡ് പ്ലെയേഴ്സും ഒരാൾ ഗോൾ കീപ്പറുമാണ്. വാട്ടർ പോളോയിൽ നമുക്ക് എത്ര പേരാണ്? 7 പ്ലെയേഴ്സ് ആണ്. അതിൽ നമുക്ക് 6 ഫീൽഡ് പ്ലെയേഴ്സും 1 ഗോൾ കീപ്പറുമാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വേർ ഈസ് ഇന്റർനാഷണൽ മാംഗോ അല്ലോട്ടോ, മാംഗോ ആണ്. വേർ ഈസ് ഇന്റർനാഷണൽ മാംഗോ ഫെസ്റ്റിവൽ? വേർ ഈസ് ഇന്റർനാഷണൽ മാംഗോ ഫെസ്റ്റിവൽ ഓർഗനൈസ്ഡ് എന്നാണ്. ഇത് എല്ലാ വർഷവും നടക്കുന്നതാണ്. ആൻഡ് ഇറ്റ്സ് ഓർഗനൈസ്ഡ് ഇൻ ഡൽഹി, ന്യൂഡൽഹിയിലാണ് എൻ്റെ ഇന്റർനാഷണൽ മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്. ന്യൂഡൽഹിയിലാണ്. ആൻഡ് അത് യൂഷ്വലി ജൂൺ ജൂലൈ അവിടുത്തെ സമ്മർ ടൈമിലാണ്. ജൂലൈ മന്ത്സിലാണ് മിക്കവാറും. ജൂലൈ മന്തിലാണ് ന്യൂഡൽഹിയിൽ ഇന്റർനാഷണൽ മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഓർഗനൈസ്ഡ് ബൈ ഡൽഹി ടൂറിസം. ഇത് എല്ലാ വർഷവും നടക്കുന്നതാണ്. ഡൽഹി ടൂറിസമാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തത് ഇൻ 1987 സ്റ്റാർട്ട് ചെയ്തത്. എപ്പോഴാണ്? 1987. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കൂക്കി ഈസ് ദ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിൻ്റെ ഫോക്ക് ഡാൻസ് ആണ് കൂക്കി? കൂക്കി ഈസ് ദ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? നാഗാലാൻഡിൻ്റെ ആണ്. കൂക്കി എവിടത്തെയാണ്? നാഗാലാൻഡിൻ്റെ ആണ്. അതുപോലെ തന്നെ ചങ് സിലിയാങ്, റെങ്മ ഇതൊക്കെ എവിടത്തെയാണ്? നാഗാലാൻഡിൻ്റെ ആണ്. ചങ് സിലിയാങ്, റെങ്മ ഇതൊക്കെ എവിടത്തെയാണ്? നാഗാലാൻഡിൻ്റെ ഫോക്ക് ഡാൻസ് ആണ്. അപ്പോൾ കൂക്കി, ചങ്, സിലിയാങ്, റെങ്മ ഒക്കെ നാഗാലാൻഡ് സ്റ്റേറ്റിൻ്റെ ഫോക്ക് ഡാൻസുകളാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 2006 വിന്റർ ഒളിമ്പിക്സ് വാസ് ഹെൽഡ് അറ്റ്. 2006 വിന്റർ ഒളിമ്പിക്സ് എവിടെയായിരുന്നു? ഇറ്റലിയിലെ ട്യൂറിനിലായിരുന്നു 2006 വിന്റർ ഒളിമ്പിക്സ് നടത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2026 വിന്റർ ഒളിമ്പിക്സ് വരുന്നത് അതും എവിടെയാണ്? ഇറ്റലിയിൽ തന്നെയാണ്. ഓക്കെ, 2026 വിന്റർ ഒളിമ്പിക്സ് എവിടെയാണ്? ഇറ്റലിയിലാണ്. അതുപോലെ 2006 നടന്നതും ഇറ്റലിയിലാണ്. അന്ന് ഇറ്റലിയിലെ ട്യൂറിനിലാണ്. ഇന്ന് നമുക്ക് 2 സ്പോർട്സ് ഉണ്ട്, മിലാൻ ആൻഡ് കൊർട്ടീന അങ്ങനെ 2 സ്പോർട്സിലാണ് നമുക്ക് ഇത്തവണത്തെ വിന്റർ ഒളിമ്പിക്സ് 2026 നടക്കുന്നത്. ദെർഫോർ ഇറ്റ്സ് ഒഫീഷ്യലി നോൺ ആസ് മിലാനോ കോർട്ടീന 2026. ഇപ്പോൾ മിലാനോ കോർട്ടീന 2026 എന്ന് പറയുന്നതും വിന്റർ ഒളിമ്പിക്സ് ഓഫ് 2026 ആണ്. ആൻഡ് അത് എവിടെയാണ് ഹെൽഡ് ചെയ്യുന്നത്? ഇറ്റ്സ് ഇൻ ഇറ്റലി. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് റൗലത്ത് ആക്ട് ആണ്. ആക്ച്വലി ഇത് ഇങ്ങനെ അല്ലായിരുന്നു ക്വസ്റ്റ്യൻ, ബട്ട് സ്റ്റിൽ നമുക്കത് കാര്യം കിട്ടും അതിൽ. ഓക്കെ, സോ ദ വാട്ട് ഈസ് റൗലത്ത് ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൗലത്ത് ആക്ട് ഒരു റിപ്രസീവ് ലോ ആയിരുന്നു വിച്ച് അലൗഡ് ഡിറ്റൻഷൻ വിത്തൗട്ട് ട്രയൽ. ഓക്കെ, ഡിറ്റൻഷൻ വിത്തൗട്ട് ട്രയൽ ഇല്ലാതെയായിരുന്നു അന്ന് ഡിറ്റൻഷൻ ചെയ്യാനുള്ള റൈറ്റ് കൊടുത്തിരുന്നു ഫോർ 2 ഇയേഴ്സ്. അതും ഡിറ്റൻഷൻ ഫോർ 2 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് ട്രയൽ ഇല്ലാതെ ഡിറ്റൻഷൻ ചെയ്യാൻ പറ്റും. അതായിരുന്നു നമുക്ക് റൗലത്ത് ആക്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിച്ചിരുന്നത് എന്താണ്? ബ്ലാക്ക് ലോ എന്നാണ്. ഓക്കെ, ബ്ലാക്ക് ലോ എന്നാണ് നമുക്ക് റൗലത്ത് ആക്ടിനെ വിളിച്ചിരുന്നത്. ബിക്കോസ് 2 ഇയേഴ്സ് വരെ ട്രയൽ ഇല്ലാതെ ഡിറ്റൻഷനുള്ള അപ്രൂവൽ, അതായത് ട്രയൽ ഇല്ലാതെ ഡിറ്റൻഷൻ ചെയ്യാമെന്ന് അപ്രൂവ് ചെയ്തൊരു ആക്ട് ആയിരുന്നു ഇത്, റൗലത്ത് ആക്ട്. ആൻഡ് ഇറ്റ് വാസ് എനാക്റ്റഡ് ഇൻ 1990.
നമുക്ക് ഈ 1919 നമുക്ക് റിലേറ്റ് ചെയ്തും അതുപോലെ തന്നെ റൗലത്ത് ആക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വേറൊരു കാര്യവും കൂടെ വരുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടും നേരത്തെ വീഡിയോസ്, അതായത് നേരത്തെ ക്വസ്റ്റ്യൻസിൽ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസിൽ അതുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഈ റൗലത്ത് ആക്ടിന് എഗൻസ്റ്റ് ആയിട്ടായിരുന്നു നമ്മുടെ ജാലിയൻ വാല ബാഗിൽ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മുടെ ജാലിയൻ വാല ബാഗ് മസാക്കർ നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൗലത്ത് ആക്ടിന് എഗൻസ്റ്റ് ആയിട്ട് എന്താ പറയുക ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യായിരുന്നു ഇവിടെ ജാലിയൻ വാല ബാഗിൽ. ആ സമയത്താണ് നമുക്ക് 13th April 1919 ഓർമ്മയുണ്ടല്ലോ, 13th April എന്നാണ്. 13th April 1919 13th April 1919 ജാലിയൻ വാല ബാഗ് മസാക്കർ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഈസ് നോൺ ആസ് ഷഹീദ് ഇ അസാമി? ഹൂ ഈസ് നോൺ ആസ് ഷഹീദ് ഇ അസാം? ഓക്കെ, ഷഹീദ് ഇ അസാം എന്നറിയപ്പെടുന്ന ആരാണ്? ഭഗത് സിംഗ് ആണ്. ഓക്കെ, ഭഗത് സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഷഹീദ് ദിവസ് എന്നാണ് 23rd March ആണ്. ഭഗത് സിംഗിനെ എക്സിക്യൂട്ട് ചെയ്ത ഡേ ആണ് 23rd March of 1931. 23rd March of 1931 ഭഗത് സിംഗിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷഹീദ് ദിവസായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് 23rd March ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഫൗണ്ടഡ് ദ കൻവ ഡൈനാസ്റ്റി? ഹൂ ഫൗണ്ടഡ് ദ കൻവ ഡൈനാസ്റ്റി ആണ്. കൻവ ഡൈനാസ്റ്റി ആരാണ്? വാസുദേവ കൻവ. വാസുദേവ കൻവയാണ് കൻവ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത്. ആരാണ്? വാസുദേവ കൻവയാണ്. ആൻഡ് ഈ വാസുദേവ കൻവ സക്സീഡ് ചെയ്ത് ഏത് ഡൈനാസ്റ്റിയാണ്? ശുംഗ ഡൈനാസ്റ്റി. ശുംഗ ഡൈനാസ്റ്റി സക്സീഡ് ചെയ്ത് വന്നതാണ് ഏത്? കൻവ ഡൈനാസ്റ്റി. ആൻഡ് കൻവ ഡൈനാസ്റ്റി എപ്പോഴത്തെയാണ് ആരാണ് ഫൗണ്ട് ചെയ്തത്? വാസുദേവ കൻവയാണ്. വാസുദേവ കൻവയാണ് കൻവ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂസ് ഓട്ടോബയോഗ്രഫി ഈസ് ദ റേസ് ഓഫ് മൈ ലൈഫ്? ദ റേസ് ഓഫ് മൈ ലൈഫ് ഏത് അത്ലീറ്റിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ റേസ് ഓഫ് മൈ ലൈഫ്? മിൽഖ സിംഗിൻ്റെ ആണ്. ദ ഇന്ത്യൻ സ്പ്രിന്റർ എന്നറിയപ്പെടുന്ന മിൽഖ സിംഗിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ റേസ് ഓഫ് മൈ ലൈഫ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെയും അവരുടെ ഓട്ടോബയോഗ്രഫീസും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് കപിൽ ദേവിൻ്റെ ആണ്. കപിൽ ദേവിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ഇത് സ്ട്രെയിറ്റ് ഫ്രം ദി ഹേർട്ട്. സ്ട്രെയിറ്റ് ഫ്രം ദി ഹേർട്ട് ആരുടെയാണ്? കപിൽ ദേവിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് സ്ട്രെയിറ്റ് ഫ്രം ദി ഹേർട്ട്. അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. സച്ചിൻ ടെണ്ടുൽക്കറുടെ ഓട്ടോബയോഗ്രഫിയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. ദെൻ സാനിയ മിർസയുടെ ഓട്ടോബയോഗ്രഫി ഏതാണ്? എയ്സ് എഗൻസ്റ്റ് ഓഡ്സ്. എയ്സ് എഗൻസ്റ്റ് ഓഡ്സ് ആരുടെയാണ്? എയ്സ് എഗൻസ്റ്റ് ഓഡ്സ് സാനിയ മിർസയുടെയാണ്. ഓക്കെ, സാനിയ മിർസയുടെയാണ് എയ്സ് എഗൻസ്റ്റ് ഓഡ്സ്. ദെൻ വിശ്വനാഥൻ ആനന്ദിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് മൈൻഡ് മാസ്റ്റർ വിന്നിങ് ലെസൺസ് ഫ്രം എ ചാമ്പ്യൻസ് ലൈഫ്. ഓക്കെ, അപ്പോൾ മൈൻഡ് മാസ്റ്റർ വിന്നിങ് ലെസൺസ് ഫ്രം എ ചാമ്പ്യൻസ് ലൈഫ് എന്ന് പറയുന്നത് വിശ്വനാഥൻ ആനന്ദിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ മിൽഖ സിംഗിൻ്റെ ഓട്ടോബയോഗ്രഫി ഏതാണ്? ദ റേസ് ഓഫ് മൈ ലൈഫ്. ദെൻ കപിൽ ദേവിൻ്റെയാണ് സ്ട്രെയിറ്റ് ഫ്രം ദി ഹേർട്ട്. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. സാനിയ മിർസയുടേതാണ് എയ്സ് എഗൻസ്റ്റ് ഓഡ്സ്. ആൻഡ് വിശ്വനാഥൻ ആനന്ദിൻ്റെയാണ് മൈൻഡ് മാസ്റ്റർ വിന്നിങ് ലെസൺസ് ഫ്രം എ ചാമ്പ്യൻസ് ലൈഫ്. ഓക്കെ അല്ലേ? സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓട്ടോബയോഗ്രഫീസ് ആണ്. സോ നോക്കി വെച്ചേക്കുക. ഓക്കെ, സോ എനിവേസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വാസ് ദ ചൈൽഡ് സെക്സ് റേഷ്യോ ഓഫ് ഇന്ത്യ ആസ് പെർ 2011 സെൻസസ്? ഇപ്പോൾ 2011 സെൻസസ് പ്രകാരം ചൈൽഡ് സെക്സ് റേഷ്യോ ആണ്. ഓക്കെ, ചൈൽഡ് സെക്സ് റേഷ്യോ ഓഫ് ഇന്ത്യ എത്രയാണ്? 919 ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. ഓക്കെ, എത്രയാണ്? 919 ഫീമെയിൽസ് ആണ്. ഓക്കെ, 919 ഫീമെയിൽസ്. ഏതാണ്? ചൈൽഡ് സെക്സ് റേഷ്യോ ആണ്. ഇറ്റ്സ് 919 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ്. എന്നാൽ നമുക്ക് നോർമൽ നമ്മുടെ സെക്സ് റേഷ്യോ എത്രയാണ്? സെക്സ് റേഷ്യോ വരുന്നത് 943 ആണ് കേട്ടോ. 943 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ്. നമുക്ക് സെക്സ് റേഷ്യോ ഓഫ് ഇന്ത്യ ആസ് പെർ 2011 സെൻസസ് വരുന്നത് 943 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ്. എന്നാൽ നമുക്ക് ചൈൽഡ് സെക്സ് റേഷ്യോ വരുന്നത് 919 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹയസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ വരുന്നത് എവിടെയാണ്? മിസോറാമിലാണ്. ഓക്കെ, ഹയസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ വരുന്നത് മിസോറാമിലും അതുപോലെ ലോവസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ വരുന്നത് ഹരിയാനയിലുമാണ്. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ വരുന്നത് എവിടെയാണ്? മിസോറാമിലാണ്. ആൻഡ് ലോവസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ വരുന്നത് ഹരിയാനയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹയസ്റ്റ് സെക്സ് റേഷ്യോ വരുന്നത് എവിടെയാണ്? നമുക്കറിയാം കേരളത്തിലാണ്. കേരളമാണ് നമുക്ക് ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് എവിടെയാണ്? കേരളമാണ്. അതുപോലെ ലോവസ്റ്റ് സെക്സ് റേഷ്യോ അത് ഹരിയാനയാണ്. ലോവസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോയും അതുപോലെ തന്നെ ലോവസ്റ്റ് സെക്സ് റേഷ്യോയും എവിടെ തന്നെയാണ്? ഹരിയാനയിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് ഹയസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ വരുമ്പോൾ അത് മിസോറാമും ഹയസ്റ്റ് സെക്സ് റേഷ്യോ വരുമ്പോൾ അത് കേരളവുമാണ്. ഓക്കെ, അപ്പോൾ നോർമൽ സെക്സ് റേഷ്യോ എത്രയാണ്? 943 ഫീമെയിൽസ് പെർ 1000 മെയിൽസും ചൈൽഡ് സെക്സ് റേഷ്യോ എത്രയാണ്? 919 ഫീമെയിൽസ് പെർ 1000 മെയിൽസും. ഓക്കെ,
ഓക്കെ, അപ്പോൾ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വില്ലേജസ് ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു 2011 സെൻസസ്. ഓക്കെ, അക്കോർഡിംഗ് ടു 2011 സെൻസസ് ഇന്ത്യയിലെ ടോട്ടൽ നമ്പർ ഓഫ് വില്ലേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് 640, അതായത് 6,40,930 വില്ലേജസ് ആണ്. എത്രയാണ്? 6,40,930 വില്ലേജസ് ആണ്. എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് വില്ലേജസ് ഇൻ ഇന്ത്യ വന്നിരിക്കുന്നത്? 6,40,930 വില്ലേജസ് ആണ്. അതിൽ ഏറ്റവും മോസ്റ്റ് വില്ലേജസ് ഉള്ള സ്റ്റേറ്റ് ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും മോസ്റ്റ് നമ്പർ ഓഫ് വില്ലേജസ് വരുന്നത്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ആൻഡ് ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് വില്ലേജസ് വരുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് വില്ലേജസ് വരുന്നത് ഗോവയിലും ഏറ്റവും മോസ്റ്റ് നമ്പർ ഓഫ് വില്ലേജസ് വരുന്നത് ഉത്തർപ്രദേശിലുമാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു എസ്റ്റാബ്ലിഷ്ഡ് ശാന്തി നികേതൻ? ശാന്തി നികേതൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോർ ആണ് ശാന്തി നികേതൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏത് ഇയറിലാണ്? 1901. ഏത് ഇയറിലാണ്? 1901 രവീന്ദ്രനാഥ് ടാഗോർ ശാന്തി നികേതൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ശാന്തി നികേതൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് ശാന്തി നികേതൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റ് ബംഗാൾ. ഓക്കെ അല്ലേ? ഞാൻ ശാന്തി നികേതൻ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഓക്കെ, ശാന്തി നികേതൻ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇറ്റ് വാസ് ഡിക്ലെയർഡ് ആസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ 2010. ഓക്കെ, 2010 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ശാന്തി നികേതൻ ഡിക്ലെയർ ചെയ്യുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ശാന്തി നികേതൻ എന്താ പറയുക എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റ് ബംഗാൾ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ട്രിബ്യൂട്ടറി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറി? നമ്മൾ ട്രിബ്യൂട്ടറിയും ഡിസ്ട്രിബ്യൂട്ടറിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ അല്ലായിരുന്നു, ബട്ട് ദ കണ്ടന്റ് ഈസ് സെയിം. കണ്ടന്റ് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. ഒരു റിവർ ഒരു വലിയൊരു ലേക്കിലോട്ട് പോയി ചേരുന്ന റിവേഴ്സിനെ ഒരു സ്ട്രീംസിനെയാണ് നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്ന് വിളിക്കുന്നത്. ഒരു വലിയ റിവറിലോട്ട് പോയി ചേരുന്ന, അതായത് റിവർ ഓർ സ്ട്രീം ദാറ്റ് ഫ്ലോസ് ഇൻ ടു എ ലാർജർ റിവർ ഓർ ലേക്ക്. ഒരു വലിയ റിവറിലോട്ട് പോയി ചേരുന്ന ചെറിയ സ്ട്രീംസിനെയാണ് നമ്മൾ ട്രിബ്യൂട്ടറി എന്ന് വിളിക്കുന്നത്. എന്നാൽ ഡിസ്ട്രിബ്യൂട്ടറി എന്താണ്? ഈ വലിയ റിവേഴ്സിൽ നിന്നിട്ട് അത് പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് ബ്രാഞ്ചസ് ആയിട്ട് ഓരോ സ്ട്രീമായിട്ട് ഓരോ റിവറായിട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ചെറിയ സ്ട്രീംസ് വലിയ സ്ട്രീമിലോട്ട് വന്ന് ചേരുന്ന ചെറിയ സ്ട്രീംസിനെ നമ്മൾ ട്രിബ്യൂട്ടറി എന്നും പറയും. എന്നാൽ വലിയൊരു റിവറിൽ നിന്നും ചെറിയ ചെറിയ സ്ട്രീമുകളായിട്ട് പോകുന്നതിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറി എന്നും പറയും. The next question is tracheids tissue is found in which part of a plant? പ്ലാന്റിന്റെ ഏത് പാർട്ടിലാണ് tracheids tissue കാണപ്പെടുന്നത്? tracheids tissue കാണപ്പെടുന്നത് എവിടെയാണ്? സൈലത്തിലാണ്. ഓക്കെ, tracheids tissue കാണപ്പെടുന്നത് എവിടെയാണ്? സൈലത്തിലാണ്. ആൻഡ് സൈലത്തിന്റെ ആക്ടിവിറ്റി ഇറ്റ് ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസും അറ്റ് ദ സെയിം ടൈം ഫ്ലോയം ഇറ്റ് ട്രാൻസ്പോർട്ട്സ് ഷുഗേഴ്സ് ആൻഡ് ന്യൂട്രിയൻസ്. ഓക്കെ, സൈലമാണ് വാട്ടർ മിനറൽസ്. ഓക്കെ, വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൈലമാണോ ഫ്ലോയമാണോ എന്ന് ക്വസ്റ്റ്യൻ നമുക്ക് മിക്കവാറും ചോദിക്കാറുണ്ട്. ആൻഡ് ഇറ്റ് സൈലം. ഓക്കെ, സൈലമാണ് വാട്ടറും മിനറൽസും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഫ്ലോയം ട്രാൻസ്പോർട്ട്സ് ന്യൂട്രിയൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് ബ്ലൂ പ്ലാനറ്റ്? ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ഏത് പ്ലാനറ്റ് ആണ്? നമുക്കറിയാം, ഇറ്റ്സ് എർത്ത് ആണ് ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത്. ആൻഡ് വൈ ഇസ് ഇറ്റ് കോൾഡ് ആസ് ബ്ലൂ പ്ലാനറ്റ്? നമുക്കറിയാം എർത്തിന്റെ 71% ഓഫ് എർത്തും വാട്ടർ ആണ്. 71% ഓഫ് എർത്തും വാട്ടർ ആണ്. ആൻഡ് ഡ്യൂ ടു ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ബ്ലൂ. ഏത് പ്രതിഭാസം കാരണമാണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിലെ റിഫ്രാക്ഷൻ കാരണമാണ് ഇതിന്റെ കളർ ബ്ലൂ ആയിട്ടാണ് അത് അപ്പിയർ ചെയ്യുന്നത്. സോ നമ്മൾ എർത്തിനെ എന്ത് പ്ലാനറ്റ് എന്നാണ് വിളിക്കുന്നത്? ഇറ്റ്സ് കോൾഡ് ആസ് ബ്ലൂ പ്ലാനറ്റ്. ഓക്കെ, ബ്ലൂ പ്ലാനറ്റ് ഏതാണ്? എർത്ത് ആണ്. ഓക്കെ, അപ്പോൾ പ്ലാനറ്റ്സും അതിന്റെ നിക്നെയിംസും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നേരത്തെ വീഡിയോസിലുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സാമ്പാർ ലേക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് സാമ്പാർ ലേക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം സാമ്പാർ ലേക്കാണ് ദി ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് വാട്ടർ ലേക്ക്. ഏതാണ് ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്? ഏതാണ്? ഇറ്റ്സ് സാമ്പാർ ലേക്ക്. ആൻഡ് സാമ്പാർ ലേക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ രാജസ്ഥാൻ. ഓക്കെ, അപ്പോൾ രാജസ്ഥാനിലാണ് സാമ്പാർ ലേക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് വാട്ടർ ലേക്ക്. ഓക്കെ, ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് വാട്ടർ ലേക്കാണ് ഇത് സാമ്പാർ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലേക്സ് അല്ല, ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ ഏതാണ്? ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ വരുന്നത് നമ്മുടെ വേമ്പനാട് കായലാണ്. നമ്മുടെ കേരളത്തിലെ വേമ്പനാട് ലേക്കാണ് നമ്മുടെ ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ വരുന്നത്. പക്ഷെ നമുക്ക് ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് വാട്ടർ ലേക്കാണ്. ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് വാട്ടർ ലേക്കാണ്. ഓക്കെ, ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് വാട്ടർ ലേക്കാണ് നമുക്ക് സാമ്പാർ ലേക്ക് വരുന്നത്.
എന്നാൽ നമുക്ക് ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ ഏതാണ്? വേമ്പനാട് ലേക്കാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതൊക്കെ ഇത് ഞാൻ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പ്രൊവൈഡ് ചെയ്യുവാണ്. ഓക്കെ, അതെന്ന് പറയുന്നത് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണ്? ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇറ്റ്സ് വുളാർ ലേക്ക്. ഓക്കെ, സോറി, ഇറ്റ്സ് നോട്ട് വുളാക്, ഇറ്റ്സ് വുളാർ ലേക്ക്. ഓക്കെ, വുളാർ ലേക്കാണ്. വുളാർ ലേക്ക് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിലെ വുളാർ ലേക്കാണ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് എന്ന് പറയുന്നത് വുളാർ ലേക്ക് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. അതുപോലെ ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ, ദ ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ എന്താണ് പറഞ്ഞത്? ചിലിക്ക ലേക്കാണ്. ചിലിക്ക ലേക്ക് എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷയിൽ ചിലിക്ക ലേക്ക്, അത് നമുക്ക് മിക്കവാറും ചോദിക്കാറുണ്ട്. ചിലിക്ക ലേക്കിൻ്റെ സ്റ്റേറ്റ് ഇറ്റ്സ് ഇൻ ഒഡീഷ. അപ്പോൾ ഒഡീഷയിലെ ചിലിക്ക ലേക്ക് ആണ് ദ ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്ക്. ഓക്കെ, ബ്രാക്കിഷ് വാട്ടർ ലേക്ക്, ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്ക് വരുന്നത് ഏതാണ്? ഇറ്റ്സ് ചിലിക്ക ലേക്ക്. ദെൻ ദ ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ട് കേട്ടോ. ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ആണ്. ഓക്കെ, ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ആണ്. ആൻഡ് ഇറ്റ്സ് സിറ്റുവേറ്റഡ് ഇൻ ഉത്തർപ്രദേശ്. ഓക്കെ, ഉത്തർപ്രദേശിലെ എന്താ പറയുക, ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ആണ് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് ഏതാണ്? അപ്പോൾ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ആണ് ഇൻ ഉത്തർപ്രദേശ്. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ഞാൻ ഇനിയും ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോസ് ഇടുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്